ഇടുക്കിയിൽ പടയപ്പയും മുറിവാലനും ജനവാസ മേഖലയിൽ തുടരുന്നു. ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപമാണ് രാത്രിയിൽ പടയപ്പ എത്തിയത്. സിംഗുകണ്ടത്ത് മുറിവാലൻ എന്ന കാട്ടാന ആക്രമണം നടത്തി. സെന്റ് തോമസ് പള്ളിയുടെ സംരക്ഷണ വേലി ആന തകർത്തു. ഏലം കൃഷിയും കാട്ടാന നശിപ്പിച്ചു. സന്ദീപ് രാജക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, കാട്ടാനയുടെ വിളയാട്ടം നടക്കുകയാണ് ഇടുക്കിയിൽ. നികേഷ് കുമാർ, അത്തരത്തിൽ തന്നെയാണ് ഇടുക്കിയുടെ ജനവാസ മേഖലകളിലെല്ലാം തന്നെ കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഇതിൽ ഇന്നിപ്പം ദേവികുളത്തിറങ്ങിയ പടയപ്പയെ മാത്രമാണ് തുരത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ഈ ചക്കക്കൊമ്പൻ ഈ ചിന്നക്കനാലിനും സിംഗുകണ്ടത്തിനും ഇടയിലായിട്ട് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ 301 കോളനിക്ക് സമീപത്തായിട്ട് മുറിവാലനും നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് സിംഗുകണ്ടത്താണ്. ഇപ്പോൾ ഈ കാണുന്ന വീടായിരുന്നു ഇന്നലെ രാവിലെ പുലർച്ചയോടുകൂടി ചക്കക്കൊമ്പൻ എത്തി ഇടിച്ച് തകർത്തത്. ആ ഇടിച്ചു തകർത്ത വീട് ഇപ്പോൾ പുനർനിർമ്മിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിൽ എല്ലാ മേഖലയിലും തന്നെ കാട്ടാനകളുടെ ആക്രമണം തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വനം വകുപ്പിന്റെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുമ്പോൾ പോലും അതൊന്നും ഫലപ്രദമായി നടപ്പിലാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും മനോജേട്ടാ, ഇതിപ്പം സ്വന്തം നിലയിലാണോ ഈ വീട് നിർമ്മിക്കുന്ന സ്വന്തം നിലയിലാണ്. ഫോറസ്റ്റുകാർ കുറച്ച് പൈസ തന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരുടെ കയ്യിൽ ഫണ്ട് കുറവാണെന്നാണ് അവർ പറയുന്നത്. ഇപ്പം അവർ വന്നിപ്പോൾ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്, നിങ്ങൾ ഇപ്പം തൽക്കാലം ഞങ്ങൾ കട്ട വെച്ച് തേച്ച് നന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മെയിൻ്റെനൻസ് കാശ് നമ്മൾ വഹിക്കണം എന്നാണ് അവർ പറയണത്. മറ്റു പൈസയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. മറ്റു പൈസ ഇല്ലെന്നാണ് അവർ പറഞ്ഞിട്ടിപ്പോൾ പോയത്. അത്തരത്തിലാണ് നികേഷ് കുമാർ. എന്തായിരുന്നാലും ഇവിടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ള ആരോപണം, ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്.